ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും മാവ് ഉണ്ടാവുമല്ലേ? അപ്പോൾ ഒരു മാവ് തേങ്ങയിലും ഇല്ലാത്ത വീട് വളരെ കുറവാണല്ലേ? അപ്പോൾ അങ്ങനെ മാവുള്ള വീടാണ് വെച്ചാൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ സെപ്റ്റംബർ മുതൽ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു മാങ്ങ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയുള്ള ഞാൻ പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് ഞാൻ 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ അതിന് ശേഷം ചെയ്യേണ്ട വീഡിയോ ആണ് ഞാനിപ്പോൾ പറയുന്നത്. നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് അല്ലേ? ഒരുപാട് മാങ്ങയൊക്കെ വരാറുണ്ട്, പക്ഷെ അത് മുഴുവനും കേടായി പോവുക, അതുപോലെ മാങ്ങ പഴുക്കാൻ വയ്ക്കുമ്പോൾ ഒരുപാട് പുഴു വന്ന് പോവുക, പിന്നെ വീണ് പോവുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും തീർച്ചയായും എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണിത്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമുക്കിതിന് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ മാങ്ങ പൂത്ത് വരുന്നവരൊക്കെയാണ് വെച്ചാൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനലിൽ കയറി വേറെ വീഡിയോസ് ഉണ്ടില്ല വെച്ച് ഞാനിത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. അതിൻ്റെ പാർട്ട് 1 പാർട്ട് 2 ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മാവ് വെച്ചിട്ട് ഏകദേശം 2 കൊല്ലം ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എപ്പോഴേക്കും നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും മാങ്ങയൊക്കെ പിടിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെപ്റ്റംബർ മുതൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഏപ്രിൽ മെയ്യിലൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് നല്ലൊരു മാമ്പഴം കിട്ടാനേ നമുക്ക് നോക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്കൊരു കവറൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇതുപോലെ കാക്കയും അണ്ണാനും അതുപോലെ തന്നെ വവ്വാലൊക്കെ വന്ന് കടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ കടയിലൊക്കെ പോകുന്ന സമയത്ത് നമുക്കിതുപോലെ നമ്മൾ കൊയ്യാക്കിയൊക്കെ പൊഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കവറാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വയ്ക്കുകയാണ് വെച്ചാൽ നമുക്കത് വലിപ്പം വെക്കാനൊരു തടസ്സം ഉണ്ടാവില്ല. കാരണം നമുക്ക് ചൂട് സമയമായതുകൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക് കവർ ഇടുമ്പോൾ അതിൻ്റെ ഒരു ചൂട് കാരണം അത് പെട്ടെന്ന് ചിലപ്പോൾ വീണ് പോകാനും അതുപോലെ തന്നെ കൊഴിഞ്ഞു പോകാനും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇതുപോലേക്കാണ് അല്ല വെച്ച് നമ്മൾ നെറ്റ് പോലത്തെ നമ്മൾ ഉള്ളിയൊക്കെ വാങ്ങിക്കണ നെറ്റ് പോലത്തെ ഇത് കിട്ടാറുണ്ട്. അപ്പോൾ അതും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിലും നല്ലതാണ്. അപ്പോൾ ഏകദേശം ഇത് നല്ലൊരു വലിപ്പം വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമുക്ക് കടുക് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ഒന്നാണ് അല്ലേ? അപ്പോൾ നമുക്ക് കടുക് ഇതുപോലെ ഞാനിത് ഏകദേശം ഒരു 50 ഗ്രാമാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് കഞ്ഞിൻ്റെ വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കഞ്ഞിൻ്റെ വെള്ളം നമുക്ക് പുളിച്ച കഞ്ഞിൻ്റെ വെള്ളത്തിലിടാം, ഇല്ല വെച്ച് ഇത് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 2 ദിവസം പുളിക്കാൻ വയ്ക്കാം. അപ്പോൾ ഞാൻ കടുകിൻ്റെ കൂടെ ഞാൻ പഴത്തിൻ്റെ തൊലിയും കൂടെ അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാണ് അത് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ നമ്മൾ കഞ്ഞിൻ്റെ വെള്ളം നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചെടികൾക്ക് നല്ല ഊർജ്ജം നമുക്ക് മെയിനായിട്ട് വേണം കേട്ടോ. എന്നാൽ മാത്രമേ നന്നായിട്ട് കായ് നല്ല വലിപ്പം വയ്ക്കാനും അതുപോലെയൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. നമ്മൾ എന്ത് വളം ചേർക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ നമ്മൾ ബെല്ലം ഇട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ച റിസൾട്ട് നമുക്കതിൽ കിട്ടുകയുള്ളൂ. നമ്മൾ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ അതുപോലെ താഴെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും അപ്പോൾ നമ്മൾ അതിൽ പറ്റി പിടിച്ചിരിക്കുകയും അതുപോലെ നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇത് നീം ഓയിലാണ്. അപ്പോൾ നീം ഓയിൽ ഇല്ലാത്തവരാണ് വെച്ചാൽ വേപ്പിൻ്റെ ഇല അരച്ചിട്ട് ചേർത്താലും മതി. അപ്പം നമുക്ക് അറിയാവുന്നതാണ്. അപ്പം നേച്ചുറൽ ആയിട്ടുള്ള ഒരു ആൻറ്റി ഫംഗൽ അതുപോലെ ആൻറ്റി ബാക്ടീരിയലൊക്കെ എഫക്റ്റ് ഉള്ളതാണിത്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ കായ്കളിൽ പറ്റി പിടിച്ചിരിക്കുകയും അതേപോലെ തന്നെ പുഴുകളും കീടുകളൊക്കെ വരാതെ സംരക്ഷിക്കും. അതുപോലെ കൊഴിഞ്ഞു പോവാതെ തണ്ടിന് നല്ലൊരു ആരോഗ്യം കൊടുക്കാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ 2 ദിവസം വെച്ചതിന് ശേഷമാണ് ഒന്ന് അരിച്ചെടുത്തതിന് ശേഷമാണ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് പുഴു വരാതിരിക്കാനും അതുപോലെ കേടായി വീഴാതിരിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല എഫക്റ്റായിട്ടുള്ള നല്ലൊരു ഫെർട്ടിലൈസർ സ്പ്രേ തന്നെയാണിത്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് പുറത്തുനിന്നുള്ള കാര്യങ്ങളൊന്നും വാങ്ങിക്കേണ്ടല്ല, വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ചെയ്യാവുന്ന ഒന്നാണ്. പിന്നെ അത് മാത്രമല്ല നമ്മൾ അടിയിലും നമ്മളിതുപോലെ ചെയ്തു കൊടുക്കണം കേട്ടോ. കാരണം നമുക്ക് താഴ്ന്ന് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് പുഴുക്കളുടെ ശല്യം വരാതിരിക്കാനും കേട് വന്നു പോകാനും അതുപോലെ കൊഴിഞ്ഞു പോകാതിരിക്കാനും ഒക്കെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇതൊരു 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണ് വെച്ചാൽ നമുക്ക് കായെല്ലാം നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നു കേട്ടോ. പിന്നെ അടുത്തായിട്ട് ചെയ്യാനുള്ളതാണ് ഇപ്പോൾ വേപ്പിൻ പിണ്ണാക്കും അതുപോലെ തന്നെ നമുക്ക് ചാണകപ്പൊടിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്ക് അതിൽ കൂടെ ഒന്ന് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് നന്നായി കായ് പിടിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ചെയ്യുകയാണ് വെച്ചാൽ നമുക്ക് ആ കായ് നല്ല ആരോഗ്യത്തോടെ നല്ല വലിപ്പം വയ്ക്കാനും അതേപോലെ തന്നെ പുഴുകളുടെ ശല്യവും കേടുവരാതിരിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമുക്കിത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം
മരത്തിൻ്റെ ചുവട്ടിൽ ഇതുപോലെ നമ്മളൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് ഇട്ടതിന് ശേഷം നമുക്ക് മണ്ണ് മൂടി കൊടുക്കണം അങ്ങനെയൊന്നുമില്ല. കാരണം നമ്മളിതിങ്ങനെ ഇട്ട് കൊടുക്കണം എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കീടങ്ങളുടെ ശല്യം അതുപോലെ തന്നെ മാങ്ങയിൽ പുഴു വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ വളരെ യൂസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ. നമുക്ക് മാവിൽ പുഴു വരുന്നത് വളരെ കുറയും. നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിതുപോലെ മാങ്ങ വീണ് കൊഴിഞ്ഞു പോയ ഇതൊക്കെ നമ്മൾ ഒരിക്കലും മാവിൻ്റെ ചോട്ടിൽ ഇട്ട് വയ്ക്കരുത്. കാരണം ഇതിന്ന് വരുന്ന പുഴു വീണ്ടും അത് മരത്തിലോട്ട് കയറുകയും അപ്പോൾ മരത്തിലുള്ള മാങ്ങയിലും കൂടെ കേട് വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് മാറ്റി എപ്പോഴും നല്ലോണം വൃത്തിയായി വയ്ക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതുപോലെ ഒരുപാട് ഇങ്ങനെ നമുക്ക് കൊലയായിട്ട് വരുന്ന തിങ്ങി വരുന്ന മാങ്ങയിൽ നിന്നൊക്കെ നമുക്ക് ഇടയിൽ നിന്നൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് കറി വയ്ക്കാനോ അച്ചാറോ ഉപ്പിലിടാനൊക്കെ ആയിട്ട് എടുക്കാം കേട്ടോ. കാരണം നമുക്ക് നല്ല വലിപ്പമുള്ള മാമ്പഴം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് നന്നായിട്ട് വലിപ്പം വയ്ക്കുള്ളൂ. ഇങ്ങനെ ഒരുപാട് തിങ്ങി വരുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കേട് വന്ന് മാങ്ങ ഉണ്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് പറിച്ച് മാറ്റണം. ഇല്ല വെച്ച് നമുക്ക് വേറെ മാങ്ങയിലും കൂടെ ഇതുപോലെ എഫക്റ്റ് ആവും കേട്ടോ. പിന്നെ അടുത്തായിട്ട് നമുക്ക് കുമ്പളങ്ങ, ഞാൻ ഈ മാവ് മരത്തിൽ തന്നെ നമുക്ക് കുമ്പളങ്ങയും കൂടെ വളർത്താൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടി എക്സ്ട്രാ പന്തലും കാര്യങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ള, നമുക്ക് പുഴുക്കേട് വരാതിരിക്കാൻ ഏറ്റവും നല്ലൊരു എഫക്റ്റായിട്ടുള്ള കാര്യമാണ് നമുക്കിത് പച്ചമഞ്ഞൾ അതിൻ്റെ തൊലി എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനില്ല വെച്ചാൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് വെച്ചാലും ഏറ്റവും നല്ലതാണ്. നമുക്കിതിൽ കീടങ്ങളുടെ ശല്യം വരാതിരിക്കാനും അതുപോലെ തന്നെ പുഴുക്കളൊക്കെ വരാതിരിക്കാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. ഒന്നില്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഞാനിത് പച്ചമഞ്ഞളുടെ തൊലിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കുകയാണ് വെച്ചാൽ നമുക്ക് നല്ല ഒരു മാങ്ങയെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇത് അത്യാവശ്യം ഇനി നല്ലോണം വലിപ്പം വയ്ക്കുന്ന ഒന്നാണ്. ഞാൻ എന്നാലും അത്യാവശ്യം ഒരുവിധം വലിപ്പം ആയതിന് ഞാൻ ഇട്ട് കൊടുത്ത് വെച്ചതാണ്. ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ അതിന് നല്ലോണം കാറ്റും വെളിച്ചമൊക്കെ കിട്ടും. നമ്മൾ ഒരിക്കലും പ്ലാസ്റ്റിക് കവർ ഇടുന്നതുകൊണ്ട് നമുക്കത്, കാരണം ഇത് നമുക്ക് വളരെ ചൂടുള്ള ഒരു ടൈം ആയതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് കവർ ഇടുമ്പോൾ നമുക്കത് ഒരുപാട് ചൂടായിട്ട് കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ നെറ്റ് വെച്ച് കെട്ടി കൊടുക്കുകയാണെങ്കിലും ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കൊണ്ട് നമുക്ക് അണ്ണാനും അതുപോലെ തന്നെ പക്ഷികളുടെ ഒന്നും ശല്യം ഇല്ലാതെ തന്നെ നമുക്ക് നല്ലോണം മരത്തിൽ നിന്ന് തന്നെ നല്ലോണം പഴുപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ മരത്തിൽ നിന്ന് തന്നെ പഴുപ്പിച്ചെടുക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നന്നായി പഴുത്ത് കിട്ടുകയും ചെയ്യും. നമുക്ക് പുഴുയുടെ ശല്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ തീർച്ചയായും എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല എഫക്റ്റീവായിട്ടുള്ളതാണ്. അത് ഞാനിതുപോലെ ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുക. പിന്നെ മാങ്ങ ഇതേപോലെ ഇനിയും പിടിക്കാത്തവരൊക്കെയാണ് വെച്ചാൽ ഞാൻ നേരത്തെ ഇട്ടിരിക്കുന്ന വീഡിയോസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മാങ്ങ നന്നായി പിടിച്ച് കിട്ടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് പച്ചമുളക് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇതുപോലെ കായ്കൾ നന്നായി പിടിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ബ്യൂട്ടി ടിപ്സ് ആണെങ്കിൽ കിച്ചൺ ടിപ്സ് ആണെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും വേണം. അപ്പോൾ ഓക്കെ, ബായ്. വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഒരിക്കലും ബായ്. അസ്സലാമു അലൈക്കും.